അത്തിക്കോത്ത് രാജഗുളികൻ മരം ദേവസ്ഥാനം പ്രതിഷ്ഠാദിനാഘോഷത്തിനും കൽപ്പന കളിയാട്ടത്തിനും നിറവാർന്ന സമാപനം. ആഘോഷഭാഗമായി നടന്ന കലാപരിപാടികളും കളിയാട്ട ഭാഗമായി നടന്ന തെയ്യാട്ടവും ആസ്വാദനത്തിന്റെയും ആത്മനിർവൃതിയുടെയും കാഴ്ചകളായി മാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പതിവ് പോലെ ഇത്തവണയും 2 ദിനങ്ങളിലായാണ് അത്തിക്കോത്ത് രാജഗുളികൻ മരം ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ ദിനാഘോഷവും കൽപ്പന കളിയാട്ടവും കൊണ്ടാടിയത്. ആദ്യ ദിനമായ തിങ്കളാഴ്ച രാത്രിയിൽ അരങ്ങേറിയ കലാപരിപാടികൾ ഓരോന്നും ആഘോഷത്തിന് പൊലിമയും ഗരിമയും പകർന്നു. നാടൻപാട്ടിന്റെ ഈണവും താളവും ഒത്തിണങ്ങിയ കൈകൊട്ടിക്കളിയോടെയാണ് അരങ്ങുണർന്നത്. തുടർന്ന് വേദിയിലെത്തിയ ഫ്യൂഷൻ ഡാൻസുകൾ ആസ്വാദനത്തിന്റെ പുതുമയും പുതിയ തലങ്ങളും സമ്മാനിച്ചു. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. പേര് പുനരി നീലവല്ലേ കോരലും കൊട്ടയെടുത്തേ പോകേ പിന്നാലെ വേറിട്ട വേഷവും ചലനങ്ങളുമായി എത്തി ആലാമിക്കളിയും കാണികളുടെ കരഘോഷത്തിന്റെ കെട്ടഴിച്ചു. ശേഷം ഗോത്ര പൈതൃകത്തിന്റെ തുടിതാളവുമായി വന്ന മംഗലം കളിയും അരങ്ങിനെ ആകർഷകമാക്കി. രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആരൂഢമൂർത്തിയായ ഗുളികരാജൻ ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹമേകാനായി അരങ്ങിലെത്തിയത്. പരമശിവന്റെ ഇടതുതൃക്കാലിന്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. തന്റെ ഭക്തനായ മാർക്കണ്ഡേയന്റെ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ തന്റെ 3-ാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി. കാലനില്ലാത്തത് കാരണം എങ്ങും മരണമില്ലാതെയായി. ഇതോടെ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോടും ഇവർ മഹാദേവനോടും പരാതി പറഞ്ഞു. ഇതിനൊരു പരിഹാരമെന്നോണം പെരുവിരൽ ഭൂമിയിലമർത്തിയ മഹാദേവന്റെ ഇടതുതൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു എന്നാണ് ഐതിഹ്യം. ത്രിശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ ഭൂമിയിലേക്ക് അയച്ചു. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഉഗ്രരൂപവും ചടുല നടനവുമായി തിരുമുറ്റത്ത് നിറഞ്ഞാടിയ തെയ്യം ഉറഞ്ഞാട്ടത്തിലൂടെ ഭക്തിയും ഭയവും വിടർത്തി. പദചലനത്താൽ സന്നിധിയെ ധന്യമാക്കിയ മൂർത്തി നൃത്തമധ്യേ പാതയിലും ഇറങ്ങി. തന്റെ ദർശനപുണ്യം തേടിയെത്തിയവർക്കെല്ലാം ഗുളികരാജൻ തുണയും ഗുണവും അരുളി അനുഗ്രഹത്തിന്റെ വരപ്രസാദവും നൽകി. ശരീരത്തിനകത്തുള്ളതായിരിക്കുന്ന കാളകൂട വിഷത്തെയെല്ലാം തരണം ചെയ്തിട്ട് ദീർഘായുസാരോഗ്യഭാഗ്യ സൗഖ്യങ്ങളെ. കളിയാട്ടം കാണാനെത്തിയവർക്കെല്ലാം ആഘോഷ കമ്മിറ്റി മതിവരുവോളമുള്ള അന്നദാനവും ഒരുക്കിയിരുന്നു. ഇങ്ങനെ സകല ജനവിഭാഗങ്ങളുടെയും ഒത്തുചേരലിനും സന്തോഷത്തിനും വഴിയും വേദിയുമൊരുക്കിയാണ് ഈ വർഷവും അത്തിക്കോത്ത് രാജഗുളികൻ മരം ദേവസ്ഥാനത്തെ പ്രതിഷ്ഠാ ദിനാഘോഷവും ആണ്ട് കളിയാട്ടവും അരങ്ങൊഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.